ഡെപ്പോസിറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ദ ബാങ്ക് വിച്ച് പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് അക്സെപ്റ്റ് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ഡെപ്പോസിറ്റ്സ്. അതായത് ബാങ്കുകൾ ഷോർട്ട് ടേം മീഡിയം ടേം ലോണുകൾ കൊടുക്കുക, അതുപോലെ ഷോർട്ട് ടേം മീഡിയം ടേം ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക. ഈ ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെപ്പോസിറ്റ് ബാങ്ക്സ് എന്ന് വിളിക്കുന്നത്. ഈ ഡെപ്പോസിറ്റ് ബാങ്ക്സുകളാണ് നമ്മൾ ഇന്ന് കാണുന്ന കൊമേഴ്സ്യൽ ബാങ്ക്സ്. അപ്പൊ കൊമേഴ്സ്യൽ ബാങ്ക്സ് ആർ ആൾസോ കാൾഡ് ഡെപ്പോസിറ്റ് ബാങ്ക്സ്. കൊമേഴ്സ്യൽ ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെപ്പോസിറ്റ് ബാങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പം ഷോർട്ട് ടേം മീഡിയം ടേം ലോണുകൾ കൊടുക്കുകയും ഷോർട്ട് ടേം മീഡിയം ടേം ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ബാങ്കുകളെയാണ് ഡെപ്പോസിറ്റ് ബാങ്ക് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഈ ഡെപ്പോസിറ്റ് ബാങ്കുകളെയാണ് പ്യുവർ ബാങ്കിങ് എന്ന് വിളിക്കുന്നത്. പ്യുവർ ബാങ്ക് അല്ലെങ്കിൽ പ്യുവർ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. യഥാർത്ഥ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് PURE പ്യുവർ ബാങ്കിങ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് ബാങ്കുകളെയാണ്, അല്ലെങ്കിൽ ഈ കൊമേഴ്സ്യൽ ബാങ്കുകളെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് ഡെപ്പോസിറ്റ് ബാങ്ക് എന്നുള്ളത് വ്യക്തമായി അല്ലയോ? അപ്പൊ നമുക്ക് അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് ഏതെന്ന് പറയുന്നത്. എന്താണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്? ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ മറ്റൊരു പേരാണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് വിളിക്കാം. ഏതൊക്കെ വിളിക്കാം? ഇൻഡസ്ട്രിയൽ ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഡെവലപ്മെന്റ് ബാങ്ക്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ദ ബാങ്ക് വിച്ച് പ്രൊവൈഡ് ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ടു ദ ബോറോവേഴ്സ് ആൻഡ് അക്സെപ്റ്റ് ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം ഡെപ്പോസിറ്റ്. ലോങ് ടേം ഡെപ്പോസിറ്റുകളും അതുപോലെ തന്നെ ലോങ് ടേം ലോൺസുകളും കൊടുക്കുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബാങ്ക്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേര് ഏതെന്നാ പറഞ്ഞ? ഡെവലപ്മെന്റ് ബാങ്ക്. അപ്പൊ ഇനി നിങ്ങൾ ഒന്നുകൂടെ നോക്കേ. ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ പേര് ആ ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് വരാൻ കാരണം ദ ബാങ്ക് പ്രൊവൈഡ് ലോങ് ടൈം ലോൺസ് ടു ഇൻഡസ്ട്രീസ്. ലോങ് ടൈം ലോൺ ആവശ്യക്കാരായിരിക്കും? എപ്പോഴും വ്യവസായം നടത്തുന്നവരാണ്, ബിസിനസ്സുകാരാണ്. ഏതിന്റെ ആവശ്യക്കാരെന്ന് പറയുന്നത്? ലോങ് ടൈം ലോൺസിന്റെ ആവശ്യക്കാരെന്ന് പറയുന്നത്. സോ ദ ബാങ്ക് ഈസ് കാൾഡ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. അപ്പൊ ലോങ് ടൈം ലോൺസ് ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നത് കൊണ്ട് അവരെ നമ്മൾ ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകളാണ് ഇവർ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്ന് വിളിക്കാം. മറ്റൊന്ന്, നിങ്ങൾക്കറിയാം ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അവിടുത്തെ എക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബിസിനസ്സുകാരാ അല്ലയോ? ഒരു രാജ്യത്ത് എത്രമാത്രം ബിസിനസ് ഉണ്ടോ അല്ലെങ്കിൽ എത്രമാത്രം ഇൻഡസ്ട്രി ഉണ്ടോ അതിനനുസരിച്ച് അവിടെ എന്തുണ്ടാകും? എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പൊ ഇൻഡസ്ട്രീസ് ഉണ്ടെങ്കിലേ എക്കോണമിക് ഡെവലപ്മെന്റ് ഉണ്ടാകൂ. ആ ഇൻഡസ്ട്രീസ് ഉണ്ടാകണമെങ്കിൽ അവർക്ക് ലോണുകളൊക്കെ അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിനെ നമ്മൾ ഏതെന്നും വിളിക്കും? ഡെവലപ്മെന്റ് ബാങ്ക് എന്നും വിളിക്കും. കാരണം ഇവർ ലോൺ ആർക്കാ കൊടുക്കുന്നത്? ഇൻഡസ്ട്രീസിനാ. ഇവർ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നവരാ. ഇതെന്ന് പറയുന്നത് എക്കോണമിക് ഡെവലപ്മെന്റിനെ സഹായിക്കുന്നതാ. അതായത് ലോങ് ടൈം ലോൺസ് ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നത് വഴി കൂടുതൽ ഇൻഡസ്ട്രീസ് നമ്മുടെ രാജ്യത്തുണ്ടാകുകയും അതുവഴി വികസനം ഉണ്ടാവുകയും ചെയ്യുന്നു. സോ ദ ബാങ്ക്സ് ആർ ആൾസോ കാൾഡ് ഡെവലപ്മെന്റ് ബാങ്ക്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഏതൊക്കെ ബാങ്കുകൾ നമ്മൾ പഠിച്ചു? ഏതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയ 3 കോമ്പിനേഷൻ ഏതൊക്കെയാണെന്നാ പറഞ്ഞത്? ഒന്ന് ഡെപ്പോസിറ്റ് ബാങ്കിങ്, മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ ബാങ്കിങ്, മറ്റൊന്ന് ഏതാ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്? ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെ മറ്റൊരു പേര് ഏതാന്നാ പറഞ്ഞത്? ഇൻഡസ്ട്രിയൽ ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ബാങ്ക്. ഇനി നമുക്ക് ഒരെണ്ണവും കൂടെ പറയാം. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നതാണ് മിക്സഡ് ബാങ്കിങ്. ഏതാണ്? മിക്സഡ് ബാങ്കിങ്. ദ ബാങ്ക് വിച്ച് പ്രൊവൈഡ് ബോത്ത് ഡെപ്പോസിറ്റ് ബാങ്ക് ഫങ്ഷൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഫങ്ഷൻസ് ഈസ് കാൾഡ് ഏത്? മിക്സഡ് ബാങ്കിങ്. ഒരു ബാങ്ക് തന്നെ ഈ പറയുന്ന ഡെപ്പോസിറ്റ് ബാങ്കിന്റെയും ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ബാങ്കിന്റെയും ഫങ്ഷൻസ് ചെയ്യുകയാണെങ്കിൽ ആ ബാങ്കുകളെ നമ്മൾ ആ ബാങ്കിങ് സിസ്റ്റത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മിക്സഡ് ബാങ്കിങ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? എ ബാങ്ക് വിച്ച് പ്രൊവൈഡ്
both functions of deposit bank and industrial bank. Then the banking system is called mixed banking. Clear ആയോ? ഇന്ത്യ ഫോളോ ചെയ്യുന്നത് മിക്സഡ് ബാങ്കിങ് സിസ്റ്റം ആണ്. ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുകളും മിക്കവാറും ഉള്ള എല്ലാ ബാങ്കുകളും ഫോളോ ചെയ്യുന്നത് ഏതാണ്? മിക്സഡ് ബാങ്കിങ് സിസ്റ്റം ആണ്. അപ്പൊ ക്ലിയർ ആയി കാണുമല്ലോ.